ഗൾഫ് നാടുകളിലെ പ്രധാന വാർത്തകളും വിശേഷങ്ങളും അറിയാം. അക്കരയിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യ വീണ്ടും തിളച്ചുമറിയുകയാണ്. ഓരോ ദിവസവും പുതിയ യുദ്ധമുനകൾ തുറക്കപ്പെടുമ്പോൾ പ്രദേശം നേരിടുന്നത് സമാനതകളില്ലാത്ത സുരക്ഷാ പ്രതിസന്ധിയാണ്. മുൻപ് അതിർത്തി പ്രദേശങ്ങളിലും ചില പ്രത്യേക കേന്ദ്രങ്ങളിലും മാത്രം ഒതുങ്ങി നിന്നിരുന്ന സംഘർഷങ്ങൾ ഇപ്പോൾ കൂടുതൽ വിപുലമായിട്ട് അയൽ രാജ്യങ്ങളിലെ സുപ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്കും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാര പാതകളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞു. വടക്കൻ ഗൾഫ് മേഖലയിലെ സമാധാന അന്തരീക്ഷം തകർത്ത് കുവൈറ്റിന് നേരെ ഇറാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടായതും ലോകത്തിന്റെ എണ്ണപ്പാതയായ ഹോർമുസ് കടലിടുക്കിലും ചെങ്കടലിലും ആക്രമണങ്ങൾ കടക്കുന്നതും ഇതിന്റെ ഭയാനകമായ തെളിവാണ്. ഈ സങ്കീർണമായ പശ്ചാത്തലത്തിൽ തങ്ങളുടെ സമുദ്ര അതിർത്തികളും ആഗോള ചരക്ക് നീക്കവും സംരക്ഷിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 13 രാജ്യങ്ങൾ അണിനിരക്കുന്ന പുതിയ സമുദ്ര സുരക്ഷാ സഖ്യം രൂപീകരിക്കപ്പെടുന്നത് മേഖലയിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ വിപ്ലവകരമായ മാറ്റത്തിന് വഴിവെക്കുന്നതാണ്. കുവൈറ്റ് നഗരങ്ങളെയും പ്രധാന സൈനിക താവളങ്ങളെയും ലക്ഷ്യമിട്ട് പുലർച്ചെയോടെ എത്തിച്ചേർന്ന ഇറാനിയൻ ആക്രമണ ഡ്രോണുകൾ ഗൾഫ് മേഖലയിലാകെ കനത്ത ഞെട്ടലാണ് ഉണ്ടാക്കിയത്. രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേരെ ഉയർന്ന ഈ പെട്ടെന്നുള്ള ഭീഷണിയെ കുവൈറ്റ് സായുധ സേന സമയോചിതമായ ഇടപെടലോടെയാണ് നേരിട്ടത്. കുവൈറ്റ് വ്യോമാതിർത്തിക്കുള്ളിൽ പ്രവേശിച്ച ആക്രമണകാരികളായ ഡ്രോണുകളെ വ്യോമസേനയുടെ ആധുനിക പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായിട്ട് തകർത്ത് വീഴ്ത്തി. കുവൈറ്റ് പ്രതിരോധ മന്ത്രാലയ വക്താവ് ബ്രിഗേഡിയർ ജനറൽ സൗദ് അബ്ദുൾ അസീസ് അൽ ഉതൈബി വ്യക്തമാക്കിയതുപോലെ ആക്രമണത്തിന് പിന്നിൽ ഇറാനിയൻ സൈനിക വിഭാഗങ്ങളുടെ നേരിട്ടുള്ള ഇടപെടൽ ഉണ്ടായിരുന്നു. ആക്രമണം വിജയകരമായിട്ട് പ്രതിരോധിച്ചുവെങ്കിലും വെടിവെച്ചിട്ട ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ താഴെ ജനവാസ മേഖലകളിലും കെട്ടിടങ്ങൾക്കു മുകളിൽ പതിച്ചതിനെ തുടർന്ന് വസ്തുവകകൾക്ക് വൻതോതിൽ ഭൗതിക നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഭാഗ്യവശാൽ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് വലിയൊരു ആശ്വാസമായി മാറുമ്പോഴും സുരക്ഷാ ആശങ്കകൾ ഒട്ടും കുറയുന്നില്ല. രാജ്യത്തിന്റെ സുപ്രധാന ഇൻഫ്രാസ്ട്രക്ചറുകളെയും സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ ഭാവിയിലും തുടർന്നേക്കാമെന്ന വിലയിരുത്തലിൽ കുവൈറ്റ് സൈന്യം അതീവ ജാഗ്രതയിലാണ്. മറ്റു സുരക്ഷാ ഏജൻസികളുമായി ചേർന്ന് രാജ്യത്തുടനീളം കടുത്ത മുൻകരുതലുകൾ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. സമാധാനപ്രിയരായ അയൽ രാജ്യങ്ങളെ സംഘർഷത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഇത്തരം ആക്രമണങ്ങൾ നയതന്ത്ര തലത്തിൽ കടുത്ത പ്രതിഷേധത്തിന് വഴി തുറന്നിട്ടുണ്ട്. കരയിലെ സംഘർഷങ്ങൾക്ക് സമാന്തരമായി ലോകത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ സമുദ്രപാതകളിലും സ്ഥിതിഗതികൾ ഭീതിജനകമായിട്ട് തുടരുകയാണ്. അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ കവചവും അകമ്പടിയും ഉണ്ടായിട്ടും ഹോർമുസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച 2 പ്രധാന എണ്ണ ടാങ്കറുകൾക്ക് നേരെയും ഇറാന്റെ മിസൈൽ ആക്രമണം ഉണ്ടായി. 4 ചരക്ക് കപ്പലുകൾക്ക് പോരാട്ടം കാരണം യാത്ര തുടരാനാകാതെ വഴിതിരിഞ്ഞു മടങ്ങേണ്ടി വന്നതായിട്ടും ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് അവകാശപ്പെടുന്നുണ്ട്. ഇത്തരം ആക്രമണങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില കുതിച്ചുയരാനും സമുദ്ര ഗതാഗതത്തിന്റെ ഇൻഷുറൻസ് നിരക്കുകൾ വർദ്ധിക്കാനും കാരണമാകുന്നു. എന്നിരുന്നാലും ഈ കടുത്ത അനിശ്ചിതത്വത്തിനിടയിലും ആഗോള ഇന്ധന വിതരണം പൂർണ്ണമായി നിലച്ചിട്ടില്ല എന്നതിന്റെ തെളിവുകൾ പുറത്തു വരുന്നുണ്ട്. 20 ലക്ഷം ബാരൽ അസംസ്കൃത എണ്ണയുമായിട്ട് എത്തിയ 2 വൻകിട എണ്ണ കപ്പലുകൾ സുരക്ഷിതമായിട്ട് ഹോർമുസ് കടലിടുക്ക് കടന്നതായിട്ട് വാർത്താ ഏജൻസികൾ ഉറപ്പിച്ചു പറയുന്നു. സമാനമായി ചെങ്കടലിലെ ബാബൽ മന്ദബ് കടലിടുക്കിൽ യമനിലെ ഹൂതി വിമതരുടെ ആക്രമണ ഭീഷണി നിലനിൽക്കെ തന്നെ 25 ചരക്ക് കപ്പലുകളാണ് തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി കടന്നുപോയത്. ആഗോള വാണിജ്യ രംഗം ഭീഷണികൾക്ക് മുന്നിൽ പൂർണ്ണമായി തളർന്നു പോകില്ല എന്നതിന്റെ പ്രതീകമാണിത്. എങ്കിലും അന്താരാഷ്ട്ര ഊർജ്ജ വ്യാപാര ശൃംഖലയെ ഏത് സമയത്തും നിശ്ചലമാക്കാൻ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അഗ്നിപർവ്വതമായിട്ട് ഈ കടൽപാതകൾ മാറിയിരിക്കുന്നു. സമുദ്രപാതകളിൽ തുടർച്ചയായിട്ടുണ്ടാകുന്ന ആക്രമണങ്ങളും ഭീഷണികളും വെറും ഒരു പ്രാദേശിക പ്രശ്നമല്ല, മറിച്ച് ആഗോള സാമ്പത്തിക ഭദ്രതയെ ബാധിക്കുന്ന ഒന്നാണെന്ന തിരിച്ചറിവിൽ നിന്നാണ് സൗദി അറേബ്യ ഒരു ചരിത്രപരമായ ദൗത്യത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. യമനിലെ ഹൂതി വിമതരും ഇറാൻ പിന്തുണയ്ക്കുന്ന മറ്റ് തീവ്രവാദ ഗ്രൂപ്പുകളും ചേർന്ന് ചെങ്കടലിലും ഗൾഫ് മേഖലയിലും നടത്തുന്ന കടൽ കൊള്ളയ്ക്കും മിസൈൽ ആക്രമണങ്ങൾക്കും അന്ത്യം കുറിക്കാൻ സൗദി അറേബ്യയുടെ നേതൃത്വത്തിൽ 13 രാഷ്ട്രങ്ങൾ ഉൾപ്പെടുന്ന പുതിയൊരു സംയുക്ത സേനയ്ക്ക് രൂപം നൽകുകയാണ്. ചരക്ക് നീക്കം സുഗമമാക്കുക, കപ്പലുകൾക്ക് സുരക്ഷ ഉറപ്പാക്കുക എന്നീ പ്രാഥമിക ലക്ഷ്യങ്ങളോടെ രൂപീകരിക്കുന്ന ഈ സഖ്യത്തിൽ തുർക്കി, പാകിസ്ഥാൻ, ഈജിപ്ത്, സുഡാൻ, ജിബൂത്തി തുടങ്ങിയ തന്ത്രപ്രധാന സ്ഥാനമുള്ള രാജ്യങ്ങൾ പങ്കാളികളാകുന്നുണ്ട്. സാമ്പത്തികമായും സൈനികമായും കരുത്തുറ്റ ഈ രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെ പൂർണ്ണ പിന്തുണയും ഉണ്ടാകുമെന്ന് സൗദി വ്യക്തമാക്കി കഴിഞ്ഞു. കേവലം പ്രതിരോധപരമായ ഒരു കൂട്ടായ്മ എന്നതിലുപരി പശ്ചിമേഷ്യൻ കടലുകളിലെ വൻ ശക്തികളുടെ സ്വാധീനത്തെ പുനർനിർവചിക്കുന്ന ഒന്നായി ഈ സഖ്യം മാറും. അന്താരാഷ്ട്ര വ്യാപാര സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്ന ശക്തികൾക്കെതിരെയുള്ള കൂട്ടായ നയതന്ത്ര സൈനിക മറുപടിയാണ് ഈ നീക്കം.
വ്യോമാതിർത്തി ലംഘിച്ചുള്ള ഡ്രോൺ ആക്രമണങ്ങളും സമുദ്രത്തിലെ മിസൈൽ വർഷങ്ങളും പശ്ചിമേഷ്യ വൻകിട യുദ്ധത്തിന്റെ വക്കിൽ നിർത്തുമ്പോൾ ആഗോള സമൂഹം വലിയൊരു പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സൈനിക താവളങ്ങൾ തകർക്കുന്നതിലൂടെയോ ചരക്ക് കപ്പലുകൾ തടയുന്നതിലൂടെയോ ഉണ്ടാകുന്ന വിനാശങ്ങൾ ആത്യന്തികമായി ബാധിക്കുന്നത് സാധാരണക്കാരായ ജനങ്ങളെയും ആഗോള സാമ്പത്തിക വ്യവസ്ഥയുമാണ്. 13 രാഷ്ട്രങ്ങൾ ചേരുന്ന സൗദി സഖ്യത്തെ പോലെയുള്ള കൂട്ടായ്മകൾ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോഴും ശത്രുതയുടെയും ആയുധ ശക്തിയുടെയും പാത ഉപേക്ഷിച്ച് നയതന്ത്ര സംഭാഷണങ്ങളിലൂടെയും സമാധാനത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. ദുബായിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾക്കും ചെറുപ്പക്കാരായ പ്രൊഫഷണൽസിനും തങ്ങളുടെ പ്രതിമാസ താമസ ചെലവുകൾ കുറയ്ക്കാനുള്ള പ്രധാന വഴികളിൽ ഒന്നാണ് മറ്റുള്ളവരുമായിട്ട് അപ്പാർട്ട്മെന്റ് പങ്കിടുക അഥവാ റൂംമേറ്റ് ആയിട്ട് താമസിക്കുക എന്നത്. എന്നാൽ അനിയന്ത്രിതമായ സബ്ലെറ്റിംഗ്, അനധികൃത ബെഡ് സ്പേസുകൾ, സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്ത താൽക്കാലിക മുറികൾ എന്നിവ സൃഷ്ടിക്കുന്ന പ്രയാസങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് ദുബായ് ഭരണകൂടം വാടക വ്യവസ്ഥകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിരിക്കുകയാണ്. 2026 4-ാം നമ്പർ നിയമപ്രകാരം ദുബായിലെ ഷെയർഡ് ഹൗസിംഗ് അഥവാ വീടുകൾ പങ്കിട്ടുള്ള താമസം പൂർണ്ണമായും കൃത്യമായ നിയമപരിധിക്ക് കീഴിലാക്കി. ദുബായിൽ അപ്പാർട്ട്മെന്റുകൾ പങ്കിടുന്നത് സർക്കാർ പൂർണ്ണമായി നിരോധിച്ചിട്ടില്ല, മറിച്ച് കൃത്യമായ പെർമിറ്റുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും ഉറപ്പാക്കി അതിനെ ഔദ്യോഗിക നിയമ സംവിധാനത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നത്. ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുക്കുന്ന പ്രധാന വാടകക്കാരൻ കെട്ടിട ഉടമയുടെ മുൻകൂട്ടിയുള്ള രേഖാമൂലമുള്ള അനുമതി ഇല്ലാതെ ആ ഒരു വസ്തു മറ്റൊരാൾക്ക് മറിച്ച് നൽകുന്നതിനെയാണ് സബ്ലെറ്റിംഗ് എന്ന് പറയുന്നത്. ദുബായിലെ വാടക നിയമങ്ങൾ അനുസരിച്ച് കെട്ടിട ഉടമയുടെ വ്യക്തമായ എഴുതി തയ്യാറാക്കിയ സമ്മതമില്ലാതെ ഒരു കെട്ടിടമോ അതിന്റെ ഭാഗമോ മൂന്നാമതൊരാൾക്ക് വാടകയ്ക്ക് നൽകാനോ ഉപയോഗിക്കാൻ അനുവദിക്കാനോ പാടില്ല. ഉദാഹരണത്തിന്, നിങ്ങളൊരു ബെഡ്റൂം അപ്പാർട്ട്മെന്റ് വാടകയ്ക്ക് എടുത്ത് അതിലെ മുറി കെട്ടിട ഉടമയോട് പറയാതെ മറ്റൊരു വ്യക്തിക്ക് വാടകയ്ക്ക് നൽകുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായ സബ്ലെറ്റിംഗ് ആയിട്ട് കണക്കാക്കപ്പെടും. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രധാന വാടക കരാർ ലംഘിച്ചതിന് മുൻകൂട്ടി അറിയിപ്പില്ലാതെ തന്നെ വാടകക്കാരനെ ഒഴിപ്പിക്കാനും നിയമ നടപടികൾ സ്വീകരിക്കാനും കെട്ടിട ഉടമയ്ക്ക് അധികാരമുണ്ട്. അതേസമയം ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഒരു വീട്ടിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ താമസിക്കുന്നത് നിയമവിധേയമാണ്. സ്വന്തം കുടുംബാംഗങ്ങളോടൊപ്പം താമസിക്കുന്നതിനോ അല്ലാതെ ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത സഹതാമസക്കാരുമായിട്ട് അപ്പാർട്ട്മെന്റ് പങ്കിടുന്നതിനോ തടസ്സമില്ല. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെയും ദുബായ് മുനിസിപ്പാലിറ്റിയുടെയും ഔദ്യോഗിക ചാനലുകൾ വഴി കൃത്യമായി രജിസ്റ്റർ ചെയ്ത താമസക്കാർക്കും ദുബായിലെ ഷെയർഡ് ഹൗസിംഗ് നിയമങ്ങൾ പൂർണ്ണമായി പാലിക്കുന്ന പങ്കാളിത്ത രീതികൾക്കും പൂർണ്ണ നിയമ പരിരക്ഷ ലഭിക്കും. എന്നാൽ വാടകക്കാർ സ്വയം തീരുമാനമെടുത്ത് മുറികളോ ബെഡ് സ്പേസുകളോ വാടകയ്ക്ക് കൊടുക്കുന്നതും പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരപ്പലകകൾ ഉപയോഗിച്ച് താൽക്കാലിക വിഭജനങ്ങൾ സൃഷ്ടിച്ച് മുറികൾ തിരിക്കുന്നതിനും പൂർണ്ണമായും ശിക്ഷാർഹമാണ്. ദുബായ് ലോ നമ്പർ 4/2026 എമിറേറ്റിൽ ഉടനീളമുള്ള ഷെയർഡ് ഹൗസിംഗ് മേഖലയെ കൂടുതൽ സുതാര്യവും സുരക്ഷിതവുമാക്കാൻ ലക്ഷ്യമിടുന്നു. പ്രധാനമായും 3 വിഭാഗങ്ങൾക്കാണ് ഈ നിയമം ബാധകമാകുന്നത്. തങ്ങളുടെ പ്രോപ്പർട്ടികൾ ഷെയർഡ് ഹൗസിംഗിനായിട്ട് മാറ്റിവെക്കുന്ന കെട്ടിട ഉടമകൾ, ഇത്തരം കെട്ടിടങ്ങൾ നിയന്ത്രിക്കാനും കൈകാര്യം ചെയ്യാനും ലൈസൻസ് ഉള്ള ഓപ്പറേറ്റർമാർ, നിർദ്ദിഷ്ട ഷെയർഡ് ഹൗസിംഗ് യൂണിറ്റുകളിൽ താമസിക്കുന്ന വാടകക്കാർ എന്നിവരാണിവർ. കൂടാതെ ദുബായിലെ ഫ്രീ സോണുകളിലും പ്രൈവറ്റ് ഡെവലപ്മെന്റ് മേഖലകളിലും ഈ നിയമം ഒരുപോലെ ബാധകമാണ്. എന്നാൽ കമ്പനികൾ ജീവനക്കാർക്കായിട്ട് നൽകുന്ന പ്രത്യേക ലേബർ അക്കോമഡേഷനുകളെ ഈ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിബന്ധന ഔദ്യോഗിക പെർമിറ്റുകളാണ്. ദുബായ് മുനിസിപ്പാലിറ്റിയുടെയോ മറ്റ് ബന്ധപ്പെട്ട അതോറിറ്റികളുടെയോ പ്രത്യേക അനുമതി ഇല്ലാതെ ഇനി മുതൽ ഒരു റെസിഡൻഷ്യൽ അപ്പാർട്ട്മെന്റും ഷെയർഡ് ഹൗസിംഗ് ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. സാധാരണയായി 1 വർഷത്തെ കാലാവധിയുള്ള പെർമിറ്റുകളാണ് നൽകുന്നത്. എന്നാൽ ഉടമകൾക്ക് വേണമെങ്കിൽ 2 വർഷത്തെ പെർമിറ്റിനായും അപേക്ഷിക്കാം. പെർമിറ്റിന്റെ കാലാവധി കഴിയുന്നതിന് കുറഞ്ഞത് 30 ദിവസം മുമ്പെങ്കിലും പുതുക്കലിനായിട്ട് അപേക്ഷ സമർപ്പിക്കേണ്ടതുണ്ട്. അനുമതി ലഭിക്കുന്നതിനായിട്ട് കെട്ടിടങ്ങൾ നിശ്ചിത കെട്ടിട നിർമ്മാണ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഒപ്പം താമസക്കാർക്ക് ആവശ്യത്തിന് ഇടം നൽകുകയും വേണം. ഉദാഹരണത്തിന്, ഒരു വ്യക്തിക്ക് കുറഞ്ഞത് 5 ചതുരശ്ര മീറ്റർ വാസസ്ഥലം നിർബന്ധമായും ലഭ്യമായിരിക്കണം. ഷെയർഡ് ഹൗസിംഗ് യൂണിറ്റുകൾ ആർക്കൊക്കെ വാടകയ്ക്ക് നൽകാം എന്നതിലും പുതിയ നിയമം വ്യക്തമായ അതിർവരമ്പുകൾ നിശ്ചയിക്കുന്നുണ്ട്. കെട്ടിട ഉടമയ്ക്കോ അല്ലെങ്കിൽ ഇതിനായിട്ട് ഔദ്യോഗിക ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങൾക്കോ മാത്രമേ ഒരു ഷെയർഡ് ഹൗസിംഗ് യൂണിറ്റ് പാട്ടത്തിന് നൽകാൻ അധികാരമുള്ളൂ. ഒരു സാധാരണ വാടകക്കാരന് ഈ അപ്പാർട്ട്മെന്റിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പോലും സബ്ലീസ് ചെയ്യാനുള്ള അധികാരമില്ല. 3 രീതികളിലാണ് ഷെയർഡ് ഹൗസിംഗ് ലീസിംഗ് സാധ്യമാകുന്നത്. ഉടമ നേരിട്ട് താമസക്കാർക്ക് വാടകയ്ക്ക് നൽകുന്ന രീതി, ലൈസൻസ് ഉള്ള ഏജൻസികൾ ഉടമയ്ക്ക് വേണ്ടി വാടക ഭരണം നടത്തുന്ന രീതി, അല്ലെങ്കിൽ ഒരു കമ്പനി ഉടമയിൽ നിന്ന് പ്രോപ്പർട്ടി മൊത്തമായിട്ട് വാടകയ്ക്കെടുത്ത് അനുമതിയോടെ സബ്ലീസ് ചെയ്യുന്ന രീതി. ഇവയാണത്. ഏത് രീതിയിലുള്ള വാടക ക്രമീകരണമായാലും ഷെയർഡ് ഹൗസിംഗ് യൂണിറ്റുകൾ കർശനമായ സാങ്കേതിക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ട്.
ആരോഗ്യം, അഗ്നിസുരക്ഷ, ശുചിത്വം, സുരക്ഷാ ക്രമീകരണങ്ങൾ, വൈദ്യുത സംവിധാനങ്ങൾ എന്നിവ മുനിസിപ്പാലിറ്റിയുടെ നിർദ്ദേശപ്രകാരമുള്ള നിലവാരം പുലർത്തണം. ഇതിനൊപ്പം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയോ മറ്റ് നിയമവിരുദ്ധ ബെഡ് സ്പേസുകളും പങ്കുവയ്ക്കൽ മുറികളും പരസ്യം ചെയ്യുന്നതിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഡിജിറ്റൽ പരസ്യങ്ങൾ നിരീക്ഷിക്കാനും അനധികൃത ഇടപാടുകൾ തടയാനും ശക്തമായ മേൽനോട്ട സംവിധാനമാണ് വികസിപ്പിച്ചിരിക്കുന്നത്. പുതിയ നിയമങ്ങൾ പാലിക്കാത്തവർക്കെതിരെ കടുത്ത സാമ്പത്തിക പിഴകളും മറ്റ് നിയമ നടപടികളുമാണ് അധികൃതർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലംഘനത്തിന്റെ ഗുരുതരാവസ്ഥ അനുസരിച്ച് 500 ദിറം മുതൽ 5 ലക്ഷം ദിറം വരെയാണ് ആദ്യഘട്ട പിഴകൾ. ആദ്യ നിയമലംഘനം നടന്ന് 1 വർഷത്തിനുള്ളിൽ വീണ്ടും അത് ആവർത്തിക്കുകയാണെങ്കിൽ പിഴത്തുക ഇരട്ടിയാക്കുകയും പരമാവധി 10 ലക്ഷം ദിറം വരെയായിട്ട് ഉയരുകയും ചെയ്യും. പെർമിറ്റ് ഇല്ലാതെ ഷെയർഡ് ഹൗസിംഗ് നടത്തുന്നവർക്കും അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ആളുകളെ താമസിപ്പിക്കുന്നവർക്കും അനുമതിയില്ലാതെ താൽക്കാലിക വിഭജനങ്ങൾ നിർമ്മിക്കുന്നവർക്കും ഈ കടുത്ത പിഴകൾ ബാധകമാണ്. കേവലം സാമ്പത്തിക പിഴകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല പുതിയ ശിക്ഷാ നടപടികൾ. നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളുടെ വൈദ്യുതി, വാട്ടർ കണക്ഷനുകൾ വിച്ഛേദിക്കാനും ഇത്തരം അപ്പാർട്ട്മെന്റുകളിൽ നിന്ന് താമസക്കാരെ അടിയന്തരമായിട്ട് ഒഴിപ്പിക്കാനും മുനിസിപ്പാലിറ്റിക്ക് അധികാരമുണ്ട്. ഇതുകൂടാതെ നിയമലംഘനം നടത്തുന്ന ലൈസൻസ്ഡ് കമ്പനികളുടെ വാണിജ്യ ലൈസൻസ് റദ്ദാക്കുക, 6 മാസം വരെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം നിർത്തിവെക്കുക, പെർമിറ്റ് ശാശ്വതമായി ക്യാൻസൽ ചെയ്യുക തുടങ്ങിയ കടുത്ത നടപടികളും അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. ദുബായിൽ വാടകയ്ക്കായും ഷെയർഡ് ഹൗസിംഗ് ആയും താമസിക്കുന്ന പ്രവാസികൾ തങ്ങളുടെ വാടക കരാറുകൾ സുരക്ഷിതമാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റിൽ മുറിയോ ബെഡ് സ്പേസോ എടുക്കുന്നതിന് മുൻപ് കെട്ടിട ഉടമയ്ക്ക് ദുബായ് മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക ഷെയർഡ് ഹൗസിംഗ് പെർമിറ്റ് ഉണ്ടെന്ന് ഉറപ്പാക്കുകയാണ് ആദ്യപടി. വാടകക്കാരൻ തങ്ങളുടെ കൂടെ മറ്റൊരാളെ താമസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എജാരി രജിസ്ട്രേഷനിലോ ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇലക്ട്രോണിക് രജിസ്ട്രേഷനിലോ അവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തുകയും ഉടമയുടെ എഴുതി തയ്യാറാക്കിയ സമ്മതം വാങ്ങുകയും വേണം. വാട്സാപ്പ് ഗ്രൂപ്പുകളിലോ സോഷ്യൽ മീഡിയ പരസ്യങ്ങളിലോ കാണുന്ന നിയമവിരുദ്ധ വാഗ്ദാനങ്ങളിൽ വീഴാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചുരുക്കത്തിൽ പ്രവാസികൾക്ക് താങ്ങാനാകുന്ന ചെലവിൽ വാടക പാർപ്പിടം കണ്ടെത്താനുള്ള അവസരങ്ങൾ പൂർണ്ണമായി നിഷേധിക്കാതെ തന്നെ നഗരത്തിന്റെ സുരക്ഷയും കെട്ടിടങ്ങളുടെ ഗുണനിലവാരവും ഉറപ്പാക്കുക എന്നതാണ് ദുബായ് ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അനധികൃത കുടിയേറ്റവും അശാസ്ത്രീയമായ തിരക്കും മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കി സമാധാനപരമായ അന്തരീക്ഷം കെട്ടിപ്പടുക്കാൻ ഈ പുതിയ നിയമം സഹായിക്കും. വാടകക്കാരും കെട്ടിട ഉടമകളും ഒരുപോലെ പുതിയ നിയമാവലികൾ മനസ്സിലാക്കി പ്രവർത്തിക്കുന്നത് വഴി വലിയ സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്നും നിയമ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ സാധിക്കും. ഗൾഫ് മണ്ണിൽ ചോര നീരാക്കി അധ്വാനിച്ച് നാട്ടിലേക്ക് പണം അയക്കുന്ന ഏതൊരു പ്രവാസിയുടെയും പ്രധാന ആശ്രയം ഭാരതീയ ബാങ്കിംഗ് സംവിധാനങ്ങളാണ്. ദുബായിലോ അബുദാബിയിലോ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നാട്ടിൽ ഒന്നിലധികം ബാങ്ക് അക്കൗണ്ടുകളോ സ്ഥിര നിക്ഷേപങ്ങളോ ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങളോ കാണും. എന്നാൽ ഈ സാമ്പത്തിക ഇടപാടുകളെല്ലാം കൃത്യമായി നിരീക്ഷിക്കാൻ ദിനംപ്രതിയുള്ള ജോലി തിരക്കുകൾക്കിടയിൽ പലപ്പോഴും പ്രവാസികൾക്ക് സാധിക്കാറില്ല. ഓഗസ്റ്റ് 1 മുതൽ ഇന്ത്യൻ ബാങ്കിംഗ് മേഖലയിൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ നിയമങ്ങളും പരിഷ്കാരങ്ങളും പ്രവാസി മലയാളി സമൂഹം കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് തന്നെ അത്യന്താപേക്ഷിതമാണ്. ബാങ്കിംഗ് നിയമ ഭേദഗതി ആക്ട് വഴി കൊണ്ടുവരുന്ന അടിയന്തര മാറ്റങ്ങളും വൈകാതെ പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകുന്ന CKYC 2.0 സംവിധാനങ്ങളും പ്രവാസികളുടെ സമ്പാദ്യങ്ങളെയും ബാങ്കിംഗ് അനുഭവങ്ങളെയും എപ്രകാരമാണ് സ്വാധീനിക്കാൻ പോകുന്നതെന്ന് ആഴത്തിൽ പരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് മുൻപ് നാട്ടിലെ ഏതെങ്കിലും ബാങ്കിലിട്ട് ഒരു നിശ്ചിത തുകയുടെ സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ഓഹരികളിൽ നിന്നുള്ള ലാഭവിഹിതം മറന്നുപോയ സാഹചര്യം പല പ്രവാസികൾക്കും ഉണ്ടായിട്ടുണ്ടാകാം. പുതിയ നിയമം അനുസരിച്ച് ബാങ്ക് അക്കൗണ്ടുകളിലോ ഫിക്സ്ഡ് ഡെപ്പോസിറ്റുകളിലോ കമ്പനി ഡിവിഡൻഡുകളിലോ 7 വർഷമായി യാതൊരുവിധ അവകാശവാദങ്ങളും ഉന്നയിക്കാതെ കിടക്കുന്ന പണം ഇനി ബാങ്കുകളുടെ കൈവശം മാത്രം സൂക്ഷിക്കാൻ കഴിയില്ല. ഇത്തരം തുകകൾ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് അഥവാ IEPF-ലേക്ക് മാറ്റപ്പെടും. മുൻപ് ബാങ്കുകളിൽ നേരിട്ടെത്തി മതിയായ രേഖകൾ ഹാജരാക്കി തുക പിൻവലിക്കാമായിരുന്നുവെങ്കിൽ ഇനി തുക IPEF-ലേക്ക് പോയി കഴിഞ്ഞാൽ കേന്ദ്ര ഫണ്ടിൽ നിന്ന് പണം തിരികെ ലഭിക്കുന്നതിനായിട്ട് സങ്കീർണമായ പ്രത്യേക അപേക്ഷ നടപടികൾ പൂർത്തിയാക്കേണ്ടി വരും. സാമ്പത്തിക ക്രമക്കേടുകളും ഫണ്ടുകളുടെ ദുരുപയോഗവും തടയാൻ ഈ മാറ്റം സഹായിക്കുമെങ്കിലും പ്രവാസികൾക്ക് ഇത് വലിയൊരു മുന്നറിയിപ്പാണ്. അതുകൊണ്ട് ദുബായിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമുള്ള പ്രവാസികൾ തങ്ങളുടെ പഴയ അക്കൗണ്ടുകളും വർഷങ്ങളായിട്ട് ശ്രദ്ധിക്കാതെ കിടക്കുന്ന ചെറിയ നിക്ഷേപങ്ങളും ഉടൻ തന്നെ പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പ്രവാസികളുടെ കഷ്ടപ്പാടിന്റെ ഫലമായ നിക്ഷേപങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ ബാങ്കിംഗ് ഭേദഗതി നിയമങ്ങൾ നടപ്പിലാക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ബാങ്കുകൾ നിലനിർത്തേണ്ട കുറഞ്ഞ മൂലധന തുക 5 ലക്ഷം രൂപയിൽ നിന്നും 2 കോടിയോളം രൂപയായി കുത്തനെ ഉയർത്തിയിരിക്കുകയാണ്. പ്രത്യേകിച്ചും ഗ്രാമീണ
മേഖലകളിൽ പ്രവാസികളുടെ കുടുംബങ്ങൾ വ്യാപകമായി ആശ്രയിക്കുന്ന സഹകരണ ബാങ്കുകളുടെയും ചെറിയ സാമ്പത്തിക സ്ഥാപനങ്ങളുടെയും സാമ്പത്തിക അടിത്തറ ശക്തമാക്കാൻ ഈ തീരുമാനം വലിയ അളവിൽ സഹായിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ആഗോള സാമ്പത്തിക അസ്ഥിരത ഉണ്ടായാൽ പോലും സാധാരണക്കാരുടെ പണം സുരക്ഷിതമായിരിക്കുമെന്ന് ഇത് ഉറപ്പ് നൽകുന്നു. കൂടാതെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള പൊതുമേഖലാ ബാങ്കുകളുടെ ഓഡിറ്റർമാരെ നിയമിക്കുന്ന രീതി സ്വകാര്യ കമ്പനികളുടെ നിലവാരത്തിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. കൂടുതൽ കൃത്യതയും സുതാര്യതയും ശാസ്ത്രീയതയും ഉറപ്പുവരുത്തുന്ന ഈ സാമ്പത്തിക പരിഷ്കാരം പൊതുമേഖലാ ബാങ്കിംഗ് സംവിധാനത്തിലുള്ള അന്താരാഷ്ട്ര നിക്ഷേപകരുടെയും പ്രവാസികളുടെയും വിശ്വാസ്യത വർദ്ധിപ്പിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്ന പ്രവാസികൾക്ക് കൂടുതൽ ഉറപ്പ് നൽകുന്ന ഒന്നാണ് ഈ ഭരണനിർവഹണ മാറ്റങ്ങൾ. ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദനയാണ് നാട്ടിലെ ബാങ്കുകളിലും ഇൻഷുറൻസ് കമ്പനികളിലും മ്യൂച്വൽ ഫണ്ടുകളിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നൽകേണ്ടി വരുന്ന KYC പുതുക്കൽ ചടങ്ങുകൾ. NRI അക്കൗണ്ടുകൾ, പാസ്പോർട്ട് പുതുക്കൽ, വിസ മാറ്റം, വിദേശത്തെ വിലാസത്തിലെ മാറ്റങ്ങൾ എന്നിവ വരുമ്പോഴെല്ലാം ഓരോ സ്ഥാപനത്തിനും വെവ്വേറെ രേഖകൾ സമർപ്പിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ഇതിനൊരു ശാശ്വത പരിഹാരവുമായിട്ടാണ് സെൻട്രൽ KYC അഥവാ CKYC 2.0 പ്ലാറ്റ്ഫോം രംഗത്തെത്തുന്നത്. പ്രോട്ടീൻ ഇ-ഗവ് ടെക്നോളജീസ് വികസിപ്പിക്കുന്ന ഈ പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഉപഭോക്താവിന്റെ സാക്ഷ്യപ്പെടുത്തിയ വിവരങ്ങൾ ഒരു കേന്ദ്രീകൃത രജിസ്ട്രിയിൽ സുരക്ഷിതമായിരിക്കും. സെർസായുടെ നിയന്ത്രണത്തിലുള്ള ഈ സംവിധാനത്തിലൂടെ ഒരു ഉപഭോക്താവിന് ഒരു ഏകീകൃത ഐഡന്റിഫയർ നമ്പർ ലഭിക്കും. ഇതിലൂടെ മറ്റൊരു ബാങ്കിലോ ഇൻഷുറൻസ് സ്ഥാപനത്തിലോ പുതിയ അക്കൗണ്ട് തുറക്കുമ്പോൾ വീണ്ടും കടലാസ രേഖകൾ നൽകേണ്ടതില്ല. ഉപഭോക്താവിന്റെ ഫോണിലേക്ക് എത്തുന്ന ഒറ്റത്തവണ പാസ്വേഡ് അഥവാ OTP വഴി ഡിജിറ്റൽ സമ്മതം നൽകിയാൽ മാത്രം മതിയാകും. ഡിജി ലോക്കർ സംവിധാനമായും കൃത്രിമ ബുദ്ധി അധിഷ്ഠിത ഫോട്ടോ പരിശോധന സംവിധാനങ്ങളുമായും ബന്ധിപ്പിച്ചിട്ടുള്ള ഈ പുതിയ പ്ലാറ്റ്ഫോം ഡേറ്റയിലെ ഇരട്ടിപ്പും വ്യാജ വിവരങ്ങളും പൂർണ്ണമായും ഇല്ലാതെയാക്കും. ബാങ്കുകൾക്കും ഇൻഷുറൻസ് കമ്പനികൾക്കുമായിട്ട് ആരംഭിക്കുന്ന ഈ പദ്ധതി വൈകാതെ മ്യൂച്വൽ ഫണ്ടുകളിലേക്കും ഓഹരി വിപണിയിലേക്കും വ്യാപിപ്പിക്കും. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന ഈ സുപ്രധാന സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഗൾഫ് മേഖലയിലെ സാമ്പത്തിക സംവിധാനങ്ങൾക്കും വലിയൊരു സൂചനയാണ് നൽകുന്നത്. UAE സെൻട്രൽ ബാങ്കും നോർബ്ലോക്ക് ABയുമായി ചേർന്ന് സമാനമായ ഒരു ഏകീകൃത ഡിജിറ്റൽ KYC പ്ലാറ്റ്ഫോം നിർമ്മിക്കാനുള്ള ശ്രമങ്ങളിലാണ്. സാങ്കേതിക മുന്നേറ്റങ്ങളിൽ ലോകത്തെ മുൻനിരയിലുള്ള UAEയിലും ഇത്തരം സംവിധാനം വരുന്നത് ബാങ്കുകൾ തോറും കയറിയിറങ്ങുന്ന പ്രവാസികൾക്കും ബിസിനസ്സുകാർക്കും വലിയ ആശ്വാസമാകും. ഈ മാറ്റങ്ങളുടെ പശ്ചാത്തലത്തിൽ UAEയിലെ ഇന്ത്യൻ പ്രവാസികൾ ഉടനടി ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട്, നാട്ടിലുള്ള നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിലവിലെ വിദേശ വിലാസം, കൃത്യമായ ഇമെയിൽ ID, അന്താരാഷ്ട്ര ഫോൺ നമ്പർ എന്നിവ നൽകിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. 2, വർഷങ്ങളായിട്ട് ഇടപാടുകൾ നടക്കാത്ത അക്കൗണ്ടുകളോ അവകാശവാദങ്ങൾ ഉന്നയിക്കാത്ത സ്ഥിര നിക്ഷേപങ്ങളോ ഉണ്ടെങ്കിൽ അവ ഉടൻ തന്നെ പരിശോധിക്കുക. 3, ബാങ്കുകളിൽ നിന്നും സാമ്പത്തിക സ്ഥാപനങ്ങളിൽ നിന്നും ലഭിക്കുന്ന KYC അറിയിപ്പുകളോട് കൃത്യമായിട്ട് പ്രതികരിക്കുകയും ഭാവിയിലെ തടസ്സമില്ലാത്ത ഡിജിറ്റൽ ബാങ്കിങ്ങിനായിട്ട് നിങ്ങളുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. സാമ്പത്തിക അച്ചടക്കവും കൃത്യമായ മുൻകരുതലുകളും വഴി പ്രവാസികളുടെ കഷ്ടപ്പാടിന്റെ നിക്ഷേപങ്ങൾ എന്നെന്നും സുരക്ഷിതമായിട്ട് സൂക്ഷിക്കാൻ സാധിക്കും. വേനലവധിക്കാലത്ത് നാടുകളിലേക്കും അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും പറന്നുയരാൻ തയ്യാറെടുത്ത് ദുബായ്, അബുദാബി അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിലെത്തിയ ആയിരക്കണക്കിന് യാത്രക്കാരെ കാത്തിരുന്നത് ബോർഡിംഗ് സ്ക്രീനുകളിൽ തെളിഞ്ഞ ആ വാക്കാണ്: ക്യാൻസൽഡ്. വർഷങ്ങളായിട്ട് ശാന്തമായിരുന്ന ഗൾഫ് ആകാശത്ത് വീണ്ടും യുദ്ധഭീതിയുടെയും പ്രാദേശിക രാഷ്ട്രീയ പിരിമുറുക്കങ്ങളുടെയും നിഴൽ വീഴുമ്പോൾ അത് നേരിട്ട് ബാധിക്കുന്നത് സാധാരണക്കാരായ പ്രവാസികളെയും അന്താരാഷ്ട്ര യാത്രക്കാരെയുമാണ്. പശ്ചിമേഷ്യയിലെ തന്ത്രപ്രധാനമായ വ്യോമപാതകൾ ഒഴിവാക്കാൻ വിമാന കമ്പനികൾ നിർബന്ധിതരാകുമ്പോൾ ലോകത്തിന്റെ വ്യോമഗതാഗത ഭൂപടം തന്നെ താൽക്കാലികമായിട്ട് മാറ്റിവരയ്ക്കപ്പെടുകയാണ്. പശ്ചിമേഷ്യൻ മേഖലയിൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും സൈനിക നീക്കങ്ങളും കേവലം അതിർത്തികളിലെ സംഘർഷത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. അത് അന്താരാഷ്ട്ര വാണിജ്യ വ്യോമയാന മേഖലയെ വൻ പ്രതിസന്ധിയിലേക്കാണ് തള്ളിവിട്ടിരിക്കുന്നത്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായിട്ട് പ്രധാനപ്പെട്ട വ്യോമപാതകൾ അടയ്ക്കുകയോ അല്ലെങ്കിൽ വിമാനങ്ങൾ സുരക്ഷിതമായ മറ്റു പാതകളിലേക്ക് വഴിതിരിച്ചു വിടുകയോ ചെയ്യേണ്ടി വരുന്നത് വിമാന കമ്പനികൾക്ക് വൻ സാമ്പത്തിക ബാധ്യതയും യാത്രക്കാർക്ക് കടുത്ത യാത്രാ ദുരിതവുമാണ് സമ്മാനിക്കുന്നത്. വേനലവധി തിരക്ക് അതിന്റെ സ്ഥായിയിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് അവസാന നിമിഷത്തെ സർവീസ് റദ്ദാക്കലുകൾ മൂലം ദുബായ്, ഷാർജ, അബുദാബി വിമാനത്താവളങ്ങളിൽ അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കായിട്ട് ആകാശപാത ഉപയോഗിക്കുന്നതിൽ സുരക്ഷാ ഏജൻസികൾ കർശനമായ ജാഗ്രതാ നിർദ്ദേശം നൽകിയതോടെയാണ് സർവീസുകൾ പുനഃക്രമീകരിക്കാൻ പ്രമുഖ എയർലൈൻസ് നിർബന്ധിതരായത്. UAEയിൽ നിന്നുള്ള ഭൂരിഭാഗം വിമാന സേവനങ്ങളും സാധാരണ നിലയിൽ തുടരുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും അയൽ രാജ്യങ്ങളിലേക്കുള്ള സർവീസുകളിൽ വലിയ തോതിലുള്ള താളപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ട്. യാത്രാ സുരക്ഷയ്ക്ക് മുൻഗണന നൽകിക്കൊണ്ട് സർവീസസ് പെട്ടെന്ന് മാറ്റങ്ങൾ വരുത്താൻ എല്ലാ എയർലൈൻ അധികൃതരും ഒരുപോലെ നിർബന്ധിതരാകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. മേഖലയിലെ പ്രമുഖ വിമാന
കമ്പനികളാണ് എത്തിഹാദ് എയർവേസ്, എയർ അറേബ്യ, എമിറേറ്റ്സ് എന്നിവ. പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസസ് വെട്ടിച്ചുരുക്കുകയോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുകയോ ചെയ്തിട്ടുണ്ട്. എത്തിഹാദ് എയർവേസ് അബുദാബിയിലെ സായദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള EY653, കുവൈറ്റിൽ നിന്ന് തിരിച്ചുള്ള EY654 സർവീസസും ബഹ്റൈനിലേക്കുള്ള ചില പ്രധാന സർവീസസും റദ്ദാക്കി കഴിഞ്ഞു. അതുപോലെ എയർ അറേബ്യ തങ്ങളുടെ അബുദാബി, ഷാർജ നെറ്റ്വർക്കുകളിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അബുദാബി കുവൈറ്റ് റൂട്ടിലെ 3L020, 3L021 സർവീസുകളും ഷാർജയിൽ നിന്നുള്ള G9068, G9124, G9069, G9125 സർവീസസും തടസ്സപ്പെട്ടു. ബഹ്റൈനിലേക്കുള്ള G9107, 9108 സർവീസസും എയർ അറേബ്യ റദ്ദാക്കിയവയുടെ പട്ടികയിലുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര വിമാന കമ്പനിയായ എമിറേറ്റ്സ് ദുബായിൽ നിന്ന് കുവൈറ്റിലേക്കുള്ള EK853, EK855, EK857, EK859 എന്നീ സർവീസസും തിരികെ ദുബായിലേക്ക് വരുന്ന EK854, EK856, EK858, EK860 എന്നീ സർവീസസും റദ്ദാക്കി. കൂടാതെ ബഹ്റൈനിലേക്കുള്ള EK835, EK837, EK839 സർവീസസും തിരിച്ചുള്ള EK836, EK838, EK840 വിമാനങ്ങളും തടസ്സപ്പെട്ടിട്ടുണ്ട്. ജോർദനിലെ അമാനിലേക്കുള്ള സർവീസുകളിൽ EK905, EK906 എന്നിവ റദ്ദാക്കിയപ്പോൾ EK901, 903, 902, 904 എന്നിവ നിലവിൽ സർവീസ് നടത്തുന്നുണ്ട്. അതേസമയം ദോഹ ആസ്ഥാനമായുള്ള ഖത്തർ എയർവേസ് കുവൈറ്റ്, ബഹ്റൈൻ, ഇറാഖിലെ ഇർബിൽ എന്നിവിടങ്ങളിലേക്കുള്ള തങ്ങളുടെ സർവീസ് വിലക്ക് ഓഗസ്റ്റ് 7 വരെ നീട്ടിയതായിട്ട് പ്രഖ്യാപിച്ചു. എന്നാൽ ഫ്ലൈ ദുബായ് സർവീസുകൾ കാര്യമായ തടസ്സങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നത് യാത്രക്കാർക്ക് ചെറിയൊരു ആശ്വാസം നൽകുന്നുണ്ട്. പ്രാദേശിക എയർലൈനുകൾക്ക് പുറമെ ആഗോളതലത്തിലുള്ള പ്രമുഖ അന്താരാഷ്ട്ര വിമാന കമ്പനികളും ഗൾഫ് മേഖലയിലേക്കുള്ള സർവീസുകളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രമുഖ പാശ്ചാത്യ വിമാന കമ്പനിയായ ബ്രിട്ടീഷ് എയർവേസ് ദുബായ്, ബഹ്റൈൻ, ഒമാൻ, ടെൽ അവീവ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസസ് ഒക്ടോബർ 31 വരെ നിർത്തിവച്ചിരിക്കുകയാണ്. സിംഗപ്പൂർ എയർലൈൻസ്, എയർ കാനഡ, കത്തായ് പസഫിക്, ഫിൻ എയർ, ITA എയർവേസ് എന്നിവ ദുബായിലേക്കുള്ള തങ്ങളുടെ സർവീസസ് ഒക്ടോബർ 24 വരെ റദ്ദാക്കി. കൂടാതെ ലുഫ്താൻസ, സ്വിസ് എന്നിവ സെപ്റ്റംബർ 13 വരെയും ഏഗൻ എയർലൈൻസ്, എയർ എസ്താന എന്നിവ ഓഗസ്റ്റ് 31 വരെയും സർവീസസ് നീട്ടിയിട്ടുണ്ട്. കേരളം ഓഗസ്റ്റ് 23 വരെയും, ഫിലിപ്പൈൻ എയർലൈൻസ് ഒക്ടോബർ 2 വരെയും സർവീസസ് റദ്ദാക്കിയപ്പോൾ ടർക്കിഷ് എയർലൈൻസ് UAE-യിലേക്കുള്ള സർവീസസ് പുനരാരംഭിച്ചുവെങ്കിലും ഇറാനിലേക്കുള്ള സർവീസുകൾ ഇപ്പോഴും നിർത്തിവച്ചിരിക്കുകയാണ്. ഇത്തരം വിമാനങ്ങൾ സുരക്ഷിതമല്ലാത്ത ആകാശപാതകൾ ഒഴിവാക്കി പുതിയ ദീർഘദൂര പാതകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരാകുന്നു. ഇത് വിമാനങ്ങളുടെ യാത്രാ സമയം ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. സാധാരണയേക്കാൾ കൂടുതൽ യാത്രാ സമയം ആകാശത്ത് തുടരേണ്ടി വരുന്നത് ഇന്ധന ഉപഭോഗം കൂട്ടുകയും വിമാന കമ്പനികൾക്ക് ഭാരിച്ച ചെലവ് വരുത്തുകയും ചെയ്യുന്നു. യാത്രാ സമയത്തിലെ ഈ മാറ്റങ്ങൾ കണക്റ്റിംഗ് വിമാനങ്ങളെ ബാധിക്കുകയും യാത്രക്കാരുടെ ലഗേജസ് കൃത്യസമയത്ത് ലക്ഷ്യസ്ഥാനത്ത് എത്താതിരിക്കാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. വിമാനത്താവളങ്ങളിലെ പരിശോധനകൾ കടുപ്പിച്ചതും ബോർഡിംഗ് നടപടികൾക്ക് കൂടുതൽ സമയം എടുക്കുന്നതും പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. ഇത്തരമൊരു അടിയന്തര സാഹചര്യത്തിൽ യാത്രക്കാർ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്ന് വിമാനത്താവള അധികൃതരും എയർലൈനുകളും ഒരേ സ്വരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. മുൻകൂട്ടി ബുക്ക് ചെയ്ത ടിക്കറ്റുകളുമായിട്ട് വിമാനത്താവളത്തിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് ഔദ്യോഗിക വെബ്സൈറ്റുകളോ മൊബൈൽ ആപ്പുകളോ വഴി വിമാനത്തിന്റെ നിലവിലെ സ്റ്റേജ് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അവസാന നിമിഷത്തെ സമയമാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ തത്സമയം ലഭിക്കുന്നതിനായിട്ട് യാത്രക്കാർ തങ്ങളുടെ കോൺടാക്ട് വിവരങ്ങളും ഇമെയിലും എയർലൈൻ പ്രൊഫൈലുകളിൽ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അന്താരാഷ്ട്ര യാത്രകൾക്കായിട്ട് വിമാനത്താവളങ്ങളിൽ എത്തുന്നവർ സാധാരണയേക്കാൾ ഒട്ടേറെ സമയം മുൻകൂട്ടി എത്തുവാൻ ശ്രദ്ധിക്കണം. സുരക്ഷാ പരിശോധനകൾക്കും ഇമിഗ്രേഷൻ നടപടികൾക്കും സാധാരണയിൽ കൂടുതൽ സമയമെടുക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അവസാന നിമിഷത്തെ തിടുക്കം ഒഴിവാക്കാൻ ഇത് സഹായിക്കും. സാധ്യമാകുന്ന ഇടങ്ങളിലെല്ലാം ഓൺലൈൻ ചെക്ക് ഇൻ സംവിധാനം പ്രയോജനപ്പെടുത്തുന്നത് സമയം ലാഭിക്കാൻ സഹായിക്കും. പശ്ചിമേഷ്യയിലെ നയതന്ത്ര ചർച്ചകളും സുരക്ഷാ സാഹചര്യങ്ങളും ഏത് നിമിഷവും മാറാൻ സാധ്യതയുള്ളതുകൊണ്ട് വാർത്തകളും ഔദ്യോഗിക യാത്രാ നിർദ്ദേശങ്ങളും നിരന്തരം നിരീക്ഷിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഏതൊരു യാത്രക്കാരന്റെയും പ്രാഥമിക ഉത്തരവാദിത്തമായി മാറിയിരിക്കുന്നു. പ്രവാസ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖകളിലൊന്നായ പാസ്പോർട്ട് സമയബന്ധിതമായി പുതുക്കുക എന്നത് ഏതൊരു പ്രവാസിക്കും വളരെ സാധാരണമായൊരു ഭരണപരമായിട്ടുള്ള നടപടിക്രമം മാത്രമായിരുന്നു. എന്നാൽ UAE-യിലെ ലക്ഷക്കണക്കിന് പ്രവാസി ഇന്ത്യക്കാർക്കിടയിൽ ഇന്ന് പാസ്പോർട്ട് പുതുക്കൽ എന്നത് വലിയൊരു സാങ്കേതിക കുരുക്കായിട്ടും മാനസിക സമ്മർദ്ദമായിട്ടും മാറിയിരിക്കുകയാണ്. ഇന്ത്യൻ എംബസിയുടെയും കോൺസുലേറ്റിന്റെയും കീഴിലുള്ള പുതിയ ഔട്ട്സോഴ്സിംഗ് കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും വെബ്സൈറ്റിൽ അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ ലഭിക്കാതെ ആളുകൾ നെട്ടോട്ടം ഓടുന്ന കാഴ്ചയാണ് എമിറേറ്റിലുടനീളം കാണാൻ സാധിക്കുന്നത്. വിസ കാലാവധി അവസാനിക്കാറായവരും തൊഴിൽ ആവശ്യങ്ങൾക്കായിട്ട് അടിയന്തരമായി രേഖകൾ സമർപ്പിക്കേണ്ടവരും ഇതോടെ വലിയ അനിശ്ചിതത്വത്തിലായിട്ടുണ്ട്. പാസ്പോർട്ട്,
കോൺസുലാർ സേവനങ്ങൾ തടസ്സമില്ലാതെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പുതിയ ഔട്ട്സോഴ്സിംഗ് പങ്കാളിയായ അൽ ഹൈൻ UAE-യിലുടനീളം 16ഓളം കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. അബുദാബിയിൽ 6ഉം ദുബായിലും ഷാർജയിലും 2 വീതവും വടക്കൻ എമിറേറ്റുകളിൽ 6 കേന്ദ്രങ്ങൾ ആരംഭിച്ചുവെങ്കിലും സേവന ലഭ്യതയിൽ പ്രവാസികൾ കടുത്ത അസംതൃപ്തിയിലാണ്. കോൺസുലാർ സേവ ഇൻ UAE.com എന്ന ഔദ്യോഗിക പോർട്ടൽ വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഭൂരിഭാഗം പേർക്കും നോ സ്ലോട്ട്സ് അവൈലബിൾ എന്ന മെസ്സേജാണ് ലഭിക്കുന്നത്. ദിവസവും രാവിലെ 9-നും രാത്രി 9-നും പുതിയ സ്ലോട്ടുകൾ അനുവദിക്കുന്നുണ്ടെങ്കിലും നിമിഷങ്ങൾക്കകം ഇവ ബുക്ക് ചെയ്യപ്പെടുകയാണ്. ഇനി പ്രയാസപ്പെട്ട അപ്പോയിന്റ്മെന്റ് ലഭിച്ചാൽ തന്നെ ബർദുബായിലെ UW മോൾ അല്ലെങ്കിൽ ഷാർജ റോള പോലെയുള്ള പ്രമുഖ കേന്ദ്രങ്ങളിൽ മണിക്കൂറുകളോളം നീണ്ട ക്യൂ നിൽക്കേണ്ട അവസ്ഥയാണുള്ളത്. സാധാരണ അപ്പോയിന്റ്മെന്റുകൾ കിട്ടാക്കനെയായതോടെ പലരും മറ്റു വഴികളില്ലാതെ ഇരട്ടിത്തുക നൽകി തൽക്കാല അപേക്ഷകളെ ആശ്രയിക്കാൻ നിർബന്ധിതരാകുന്നു. 36 പേജുള്ള സാധാരണ പാസ്പോർട്ട് പുതുക്കാൻ 477 ദിർഹം ചെലവ് വരുമ്പോൾ തൽക്കാൽ സേവനങ്ങൾക്ക് 927 ദിർഹമാണ് ഈടാക്കുന്നത്. സാധാരണക്കാരായ തൊഴിലാളികൾക്കും കുടുംബങ്ങൾക്കും ഈ തുക വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറുന്നുണ്ട്. അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തവർ, സ്കൂൾ പ്രവേശനം തേടുന്ന കുട്ടികൾ, വിസ സ്റ്റാമ്പിങ്ങിനായിട്ട് കാത്തിരിക്കുന്ന ജീവനക്കാർ എന്നിവരെല്ലാം സ്ലോട്ടുകളുടെ ഈ ഒരു ലഭ്യതക്കുറവ് പ്രതികൂലമായിട്ട് ബാധിച്ചിട്ടുണ്ട്. UAE-യിലെ വലിയ പ്രവാസി സമൂഹത്തിന് ആശ്വാസമേകാൻ ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങൾ അടിയന്തരമായിട്ട് ഇടപെടണമെന്നാണ് പ്രവാസി സംഘടനകളുടെയും പൊതുജനങ്ങളുടെയും ആവശ്യം. പ്രതിദിന സ്ലോട്ടുകളുടെ എണ്ണം ഗണ്യമായി വർദ്ധിപ്പിക്കുക, കേന്ദ്രങ്ങളിൽ കൂടുതൽ പ്രോസസ്സിംഗ് കൗണ്ടറുകൾ തുറക്കുക, വിസ കാലാവധി അവസാനിക്കാറായവർക്കും അടിയന്തര യാത്ര ആവശ്യമുള്ളവർക്കും പ്രത്യേക വാക്ക് ഇൻ സൗകര്യം ഒരുക്കുക തുടങ്ങിയ നടപടികൾ അടിയന്തരമായിട്ട് സ്വീകരിക്കേണ്ടതുണ്ട്. സാങ്കേതിക സംവിധാനങ്ങൾ കൂടുതൽ സുതാര്യവും വേഗതയേറിയതുമാക്കി മാറ്റിയാൽ മാത്രമേ പ്രവാസികളുടെ ഈ ഒരു ആശങ്കയ്ക്ക് ശാശ്വത പരിഹാരമാകൂ.